ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി ആദ്യം ഇതിനാവശ്യമായ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇതിലേക്ക് 2 ഏലക്കായും ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 മുട്ടയും ചേർത്ത് വീണ്ടും അടിച്ചെടുത്ത് ഇതിലേക്ക് 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് വീണ്ടും നന്നായി അടിച്ചെടുക്കുക. ഇത് ഒരു പാത്രത്തിൽ ഒഴിച്ച് ഇതിലേക്ക് 1 കപ്പ് മൈദ കുറേശ്ശെയായി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ വാനില എസൻസ് എന്നിവയും ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഈ മാവ് 2 പാത്രത്തിലാക്കി മാറ്റിവെക്കുക. ഇതിൽ ഒരു പാത്രത്തിലെ മാവിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് ബേക്ക് ചെയ്യുന്ന പാത്രം ഇതുപോലെ ആക്കിയെടുക്കുക. ഇതിൽ കാണുന്ന പോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഈർക്കിലിയോ അല്ലെങ്കിൽ അപ്പക്കോലോ എടുത്ത് ഇതിൽ കാണുന്ന പോലെ മാവ് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിന് മുകളിൽ ഒരു തട്ട് വെച്ച് കൊടുത്ത് അതിന് മുകളിൽ ഈ ബാറ്റർ വെച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി 45 മുതൽ 50 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. തുടക്കക്കാർക്ക് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പിയാണിത്.